Hello, hi my viewers, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു നഴ്സറിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നു. നമ്മൾ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും അത് റിപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ പേര് സ്പൈഡർ പ്ലാന്റ് എന്നാണ് ട്ടോ. അപ്പോൾ ഇതിന്റെ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരെണ്ണം ഇതാണ് ട്ടോ. ഇത് കുറച്ച് വലിയ ഇലകളൊക്കെ ആയിട്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ട്ടോ നമ്മൾ ഇനി നമുക്ക് ഇതിന്റെ തന്നെ അടുത്തൊരു പ്ലാന്റ് കാണിച്ചു തരാം. അപ്പൊ കണ്ടില്ലേ അടുത്തത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഈ സ്പൈഡർ പ്ലാന്റിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ട്ടോ. അതുപോലെ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഇലകളായിട്ടുള്ളതാണ്. അടുത്തത് വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ട്ടോ. ഇതൊരു ബുഷ് അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ നെയിം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ഇതിൽ കണ്ടോ ഒരു ഫ്ലവർ വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഒക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ബുഷി ആയിട്ട് വരുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ട്രിം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ട്ടോ. അങ്ങനെ നമ്മളൊരു 6 പ്ലാന്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്ലാന്റ് കാണാം. അപ്പോൾ അടുത്തത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ പേരാണ് ഫൈക്കസ് ബെഞ്ചാമിനാന്ന്. അപ്പോൾ നമ്മൾ ഇത് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ട്ടോ. അതുപോലെ നമുക്ക് വീടിന്റെ സൈഡിൽ സിറ്റ് ഔട്ടിന്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ട്ടോ. അപ്പോൾ കുറച്ച് വലിയൊരു പോട്ടിൽ നമ്മൾ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അടുത്തത് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ പേരാണ് സിങ്കോണിയം. അപ്പോൾ സിങ്കോണിയത്തിന്റെ രണ്ട് വെറൈറ്റീസ് ആണ് ട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഈ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഗ്രീൻ കളറായിട്ട് വരുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി വേറൊരു പോട്ടിലോട്ട് മാറ്റാനുള്ളതാണ്. അപ്പോൾ അടുത്തത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വളരെയധികം പ്രത്യേകത ഉണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ് ട്ടോ. ഈ ഒരു പ്ലാന്റിന്റെ പേര് വന്നിട്ട് റേറ്റിൽ പോഡ് എന്നാണ്. അപ്പോൾ ഇതിലൊരു യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ബട്ടർഫ്ലൈനെ അട്രാക്ട് ചെയ്യും. അതാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത. ഒരുപാട് ഫ്ലവർ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു പ്ലാന്റ് ആണ് ട്ടോ ഇതിന്റെ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ നമ്മൾ വാങ്ങി വരുന്ന ടൈമിൽ ഇതിന്റെ ഒരു കൊമ്പ് ഇവിടെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഈർക്കിൾ വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫ്ലവറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബട്ടർഫ്ലൈ വരും. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയൊക്കെ ചെടികളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്രയും പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് നമുക്ക് അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല. നമുക്കൊരു 50 രൂപ 60 രൂപ റേഞ്ചിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സും വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല.
ഒരൊറ്റ പ്ലാന്റ്സ് പോലും 100 rupeesന് മുകളിൽ വന്നിട്ടില്ല നമുക്ക്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഇനി റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെല്ലാം പോയിട്ട് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 പോട്ടിൽ നമ്മുടെ മണ്ണും വളപ്പൊടിയും എല്ലാം മിക്സ് ചെയ്തിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ഓരോന്നായി ഓരോ പോട്ടിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സ്പൈഡർ പ്ലാന്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വേറൊന്നും പൊട്ടാതെ അങ്ങനെ തന്നെ ആ ഒരു മണ്ണോട് കൂടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് 2 സൈഡിലും തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ തന്നെ ഒരു ബേബി പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് അത് വേറൊരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ജസ്റ്റ് ഇതൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ അതങ്ങ് ഇളകിപ്പോരും. അപ്പോൾ നമുക്കത് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി അതിൻ്റെ ആ കുറച്ച് താഴ്ഭാഗത്തൊക്കെ നമ്മൾ ഒന്ന് കൈ കൊണ്ട് തന്നെ ഇളക്കി കളഞ്ഞ് നമുക്ക് ഈ ഒരു പോട്ടിലോട്ട് ഇതിനെ വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിതെല്ലാം റിപ്പോർട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കവറാണുള്ളത്. അപ്പോൾ ആ കവർ അങ്ങ് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ കാണുന്ന കുറച്ച് മണ്ണ് നമ്മൾ ഇളക്കി കളയണം കേട്ടോ. വേറെ ഒന്നും കളയണ്ട. എന്നിട്ട് ആ മണ്ണ് കുറച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പോട്ടിലോട്ട് വെച്ച് കൊടുക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നമ്മൾ മണ്ണ് കളഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് മണ്ണ് കളഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചീഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മണ്ണ് ഇളക്കി കളഞ്ഞതിന് ശേഷം ബാക്കി ആ കുറച്ച് മണ്ണോട് കൂടി ഇതുപോലെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകാതെ തന്നെ നമുക്ക് ആ പ്ലാന്റ് ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് നശിച്ചു പോകാതെ ഉണ്ടായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സിങ്കോണിയാണ് കേട്ടോ. ഇതുപോലെ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതും പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത അന്ന് തന്നെ എനിക്കിതൊന്നും പ്ലാന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ബുഷ് ടൈപ്പായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ എല്ലാം സെയിം വലുപ്പത്തിൽ വരുന്ന പോട്ടിലാണ് എല്ലാ പ്ലാന്റിനെയും ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എല്ലാം ഒരേ ടൈപ്പ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പ്ലാന്റ് ചെയ്യുന്നത് എല്ലാം ഒരേ ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതിൽ വ്യത്യാസമൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ പ്ലാന്റുകളിനനുസരിച്ച് പോട്ടുകൾക്ക് മാറ്റം വരുത്തണം, അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫൈക്കസ് ബെഞ്ചാമിന പറഞ്ഞ ഈ ഒരു പ്ലാന്റിനാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതും അതേ കുറച്ച് തിക്കായിട്ട് മണ്ണുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മണ്ണൊക്കെ ഞാൻ നന്നായിട്ട് ഇളക്കി മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഇതിനെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഇത്ര പോകുന്നൊരു പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കണം ഈ ഒരു പ്ലാന്റിനെല്ലാം. അപ്പോൾ ചെറിയ പോട്ടിലൊന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലുതായി വരുന്ന ഒരു പ്ലാന്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് വലിയൊരു പോട്ടിൽ തന്നെ ഇതിനെ റിപ്പോർട്ട് ചെയ്യണം.
നെക്സ്റ്റ് നമ്മൾ വന്നിട്ട് ഈ ഒരു റാറ്റിൽ പോഡ് പറഞ്ഞ ഈ ഒരു പ്ലാന്റിനാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെയാണ് എടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു ഈർക്കിൾ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാ പ്ലാന്റ്സിനെയും റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. നിങ്ങളുടെ കമൻസൊക്കെ നമ്മളെ അറിയിക്കണം. ലൈക്ക് ചെയ്യൂ. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.